പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിൽ. ജ്വല്ലറി ഉടമയെ കാറിടിച്ച് വീഴ്ത്തി 3.5 കിലോ സ്വർണം തട്ടിയ കേസിലാണ് അന്തരിച്ച സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായത്. ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ സ്വർണ്ണാഭരണങ്ങളുമായി വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ ആസൂത്രകനടക്കം 9 പേരാണ് അറസ്റ്റിലായത്. ഇതിലൊരാൾ ബാലഭാസ്കറിന്റെ ഡ്രൈവറായ തൃശൂർ പാട്ടുരാക്കൽ സ്വദേശി അർജുൻ ആണ്. 2018 സെപ്റ്റംബർ 25-ന് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകട സമയത്ത് കാർ ഓടിച്ചത് അർജുനായിരുന്നു. അർജുന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധത്തിൽ നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. അപകടം നടക്കുമ്പോൾ കാർ ഓടിച്ചത് ബാലഭാസ്കർ ആണെന്ന് വരുത്താനും അർജുൻ ശ്രമിച്ചിരുന്നു. ബാലുവിന്റെ മാനേജർ അടക്കം സ്വർണ്ണക്കടത്തിൽ നേരത്തെ പിടിയിലായിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ സ്വർണം തട്ടിയ സംഘത്തെ ചെറുപ്പളശ്ശേരിയിലെത്തി മറ്റൊരു കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് അർജുനാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പുതിയ കേസിന് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധമില്ലെന്നും അതുകൊണ്ട് കൂടുതൽ അന്വേഷണം ആവശ്യമില്ലെന്നും പെരിന്തൽമണ്ണ പോലീസ് പ്രതികരിച്ചു. പ്രതികൾ കവർച്ച ചെയ്ത സ്വർണത്തിൽ 2.2 കിലോ സ്വർണവും സ്വർണം വിറ്റുകിട്ടിയ പണവും പോലീസ് കണ്ടെടുത്തു. പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 3.2 kg ആയി ഇല്ലേ? പൈസ ഇതും കൂടി കിട്ടുമ്പോ ആയോ? ഇല്ല, ഇതിപ്പോ 1.73 ആയില്ലേ? 3,200 പരാതി ഇനി കണ്ടെടുക്കാനുണ്ടോ? ഇനിയിപ്പോ ഏകദേശം ഈ കണക്ക് പ്രകാരം വരികയാണെങ്കിൽ 1 കിലോ കുറവാണ്. ഇതിപ്പോ 1.73 ഇല്ലേ? ഒരിക്കലും മാത്രം 1 കിലോ വരുന്നുണ്ടോ? 2.2 ആയിട്ട് 1.73 ആരെ? ന്യൂസ് കേരള.live